പോലുകളെ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇത് വന്നിരിക്കുന്നത് വളരെ പ്രയാസത്തോടും എന്തു പറയണമെന്നറിയത്തില്ല. കാരണം ഈ ജീവിതത്തിൽ ഇനിമേൽ ഒന്നും അനുഭവിക്കാനില്ല. കാരണം വേറൊന്നുമല്ല, ചെറുപ്രായം തൊട്ടേ എല്ലാ പീഡനങ്ങളും സഹിച്ചു, എല്ലാ പഴികളും കേട്ടു. എന്നെ ഏത് വിധത്തിൽ അടിമയാക്കിയല്ല, ഏത് വിധത്തിൽ താഴ്ത്തി കിട്ടാം എന്നെല്ലാം ചിന്തിച്ച് എനിക്ക് എൻ്റെ പിതാവിനെ ഞാൻ പറയത്തില്ല, പിതാവ് എന്നതൊരു മനുഷ്യനായിരുന്നു. മാതാവെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസിയായിരുന്നു. അത് തന്നെയല്ല, ആ മാതാവ് പറയുന്നതായിരുന്നു പിതാവ് കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്താ, മാതാവ് വീട്ടിലുണ്ട്, പിതാവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ മാതാവ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് തിരിച്ച് എന്നോട് യുദ്ധം. പിതാവ് എന്നെ ഏതെല്ലാം വിധത്തിൽ ദ്രോഹിച്ചിട്ടുണ്ട്, അതിലൊന്നും ഞാൻ മറുപടി പറഞ്ഞിട്ട്. പക്ഷെങ്കിൽ മക്കളെ, ഒരു കാര്യം ഞാൻ ജീവിതത്തിൽ ഇന്ന് ഇപ്പോഴും എന്നോട് കൂടുന്നവരോട് പറഞ്ഞിട്ടുണ്ട്: എന്നോട് കള്ളം പറയരുത്. ഞാൻ നിങ്ങളോട് കള്ളം പറയുന്നില്ല, പക്ഷെങ്കിൽ നിങ്ങൾ എന്നോട് കള്ളം പറയരുത്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് നിങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് എനിക്കറിയാം, എനിക്ക് തെളിയിക്കാൻ കഴിവില്ല. പക്ഷെങ്കിൽ അത് ഒരു ദിവസം എൻ്റെ മുന്നിൽ നിങ്ങളെ തന്നെ കാണിക്കത്തക്കവണ്ണം തെളിഞ്ഞു വരുന്നു. സംഭവങ്ങൾ പലതും ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മാതാവിൻ്റെ പക്കൽ നിന്നും, എൻ്റെ സഹോദരൻ്റെ പക്കൽ നിന്നും. സഹോദരി എന്ന് പറഞ്ഞ പരിശുദ്ധിയായ ഒരു സ്ത്രീയാണ്. അവരോടൊക്കെ എനിക്ക് വളരെ ബഹുമാനമാണ്. അവരൊക്കെ ചെയ്തതിൻ്റെ ഫലം ദൈവം അവർക്ക് കൊടുക്കത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അവർ ജീവിതത്തിരിക്കാനൊക്കത്തില്ല. എന്നെ ചോദിച്ചു ഒരു മനുഷ്യൻ പോയി, രണ്ടാമത്തെ മനുഷ്യൻ പോയി. ഇനിയും ആരെയും ഞാൻ പറയുന്നില്ല. ഈ ഓരോ മക്കളെ, ഒരു കാര്യം ഞാൻ പറയുന്നത്: നമുക്ക് ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ദോഷമോ വന്നാൽ അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം. നിനക്ക് നല്ല സൗകര്യം ഒരാളെ ദ്രോഹിക്കാനായിട്ട്, നിനക്ക് സൗകര്യമുണ്ട്, നിനക്ക് കഴിവുണ്ട്. പക്ഷെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം എന്തെന്ന് നീ വന്നാലെങ്കിലും മനസ്സിലാക്കുക. ഇല്ല എങ്കിൽ മക്കളെ, ഇനിയും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആരെയും ഒന്നും പേരെടുത്ത് പറയുന്നില്ല. ഞാൻ ഒരു മനുഷ്യരെ ദ്രോഹിച്ചിട്ടില്ല, ഒരു മനുഷ്യൻ പ്രയാസം ഉണ്ടാകാത്ത വിധത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എവിടെ ജോലി ചെയ്തോ അവിടെ എല്ലാം എൻ്റെ കൂടെയോ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. എന്നാൽ അതെല്ലാം അവർ മറന്നുപോയി. ആ സമയത്ത് അവിടെ എന്നെ ദ്രോഹിക്കാൻ എനിക്ക് പാര വെച്ചവരോട് ഒന്നും ദ്രോഹം ചെയ്യാതെ മാറി ഒഴിഞ്ഞു പോയപ്പോൾ എനിക്കിട്ട് പാര വെച്ചു. പിന്നെയും ഞാൻ വിടത്തില്ല. അവൻ എന്ത് ചെയ്യുന്നു? സ്വർഗലോകത്തിരിക്കുക, പണമുണ്ട്, കഴിവുണ്ട്. ഞാൻ ലണ്ടനിൽ പോകാനായിട്ട് എയർപോർട്ടിൽ ചെന്നു. ഞാൻ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നവനായിട്ട് എനിക്ക് 90% റിബേറ്റ് ടിക്കറ്റുണ്ട്. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരാണ് എന്തൊരു എയർപോർട്ടിൽ ചെക്കിങ് കൗണ്ടറിരിക്കുന്നവർ. അവർ ഞങ്ങളുടെ ടിക്കറ്റ് മേടിച്ച് ഞങ്ങളുടെ ബോർഡിംഗ് പാസ് തന്നു. എന്നിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡിസപ്പിയർ അയക്കൂ, അല്ലെങ്കിൽ ആ ദരിദ്രം വരും. എന്തിന്? അന്ന് ബ്രിട്ടീഷ് എയർവേസ്, ഗൾഫ് എയറും രണ്ടും മുൻപും പുറമായിട്ട് വരുന്നത്. ഗൾഫ് എയർ നേരത്തെ വന്നു.
ബ്രിട്ടീഷ് സർവീസ് താമസിച്ചു. അങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മ. ഞങ്ങളുടെ ഗൾഫെയറിൻ്റെ ടിക്കറ്റ് ഞങ്ങളുടെ ബോർഡിംഗ് പാസ് തിരിച്ചു പിടിച്ചിട്ട് ആ ദരിദ്രവാസി ഞങ്ങളെ മാറ്റി നിർത്തി, വേറെ ആൾക്കാരെ കയറ്റി വിട്ടു. ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല. ബ്രിട്ടീഷ് സർവീസാണോ ഗൾഫെയറാണോ ഏതാണ്ട് കൊള്ളാം. അപ്പോൾ ഞങ്ങളുടെ എയർപോർട്ടിലെ സ്റ്റാഫ് പറയും, പേടിക്കണ്ട, ലേറ്റായിട്ട് വരുന്ന ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് സുഖമായി ഇരുന്നും കിടന്നും പോവാം, ഫ്രീ ആയിട്ട് എത്ര വേണമെങ്കിലും കണ്ടുപിടിക്കാം. നിങ്ങൾ ഉദ്ദേശിക്കണം, 5-8 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന ഞങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഫ്രീ ഡ്രിങ്ക്സ് തരും അവർ. അല്ല എങ്കിൽ തന്നെയും ഈ ലേറ്റായി വരുന്ന ഫ്ലൈറ്റിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ തരും. ഞങ്ങളങ്ങനെ പോയി. ഈ മനുഷ്യൻ ജീവനോടുണ്ടോ? ഞാൻ പലരോടും ചോദിക്കാറുണ്ട്. ഇന്നും എൻ്റെ വീഡിയോ ഇവരാരും കാണത്തില്ല. അവൻ ജീവനില്ല, അവൻ്റെ ഭാര്യ ഇപ്പം വെല്ലിക്കോസ്റ്റുകാരൻ്റെ കൂടെ ആണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ സഹോദരി ജീവനോടുണ്ട്. സഹോദരൻ്റെ ഭർത്താവ് മരിച്ചുപോയി. സഹോദര മോന് ഉണ്ട്. അവനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അവൻ നല്ലവനാണ്. അവൻ ജീവനോട്ടിരിക്കട്ടെ. അവൻ ജീവനോടുന്ന് എല്ലാവിധ സൗകര്യങ്ങളും ദൈവം കൊടുക്കട്ടെ. അതൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ഞാൻ പറയുന്ന ഒരു കാര്യം, എന്നെ ദ്രോഹിച്ച് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ന്യായം വിധിച്ച എനിക്ക് വേണ്ടപ്പെട്ടവരോട് പറയാനുള്ളത്, ഞാൻ ചെയ്യാത്ത കുറ്റം എൻ്റെ അപ്പനെ അമ്മയെ അടിച്ചിറക്കി എന്നുള്ള കുറ്റം എൻ്റെ മേലെ അടിച്ചിറക്കി. അതിന് മുമ്പായിട്ട് തന്നെ ഇതെനിക്ക് ഹിന്ദി കിട്ടി. എൻ്റെ മാതാപിതാക്കന്മാർക്ക്, എൻ്റെ മാതാവ് പറയുന്നത് എൻ്റെ പിതാവ് കേൾക്കത്തുള്ളായിരുന്നു, എൻ്റെ മാതാപിതാക്കന്മാർക്ക് എന്നേക്കാൾ കൂടുതലും എൻ്റെ ശത്രുക്കളെയാണ് അവർ സ്നേഹിച്ചിരുന്നത്. എൻ്റെ ശത്രുക്കളെന്നല്ല, കുടുംബ ശത്രുക്കളെ. ഒരു ദരിദ്രവാസി ഇവരുടെ സഹോദരനുണ്ടായിരുന്നു, കുഞ്ഞൂട്ടി എന്ന് പറഞ്ഞവൻ. അവൻ്റെ സ്വന്തം മകനോട് പറഞ്ഞു, നീ നിൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചാലും ഞാൻ വേറെ പെണ്ണെ നിനക്ക് കണ്ടുകെട്ടിത്തരാമെന്ന്. ആ മാത്ര ദരിദ്രവാസിയുടെ വാക്ക് കേട്ട് എന്നെ മാതാപിതാക്കന്മാർ അവൻ്റെ വാക്ക് കേട്ടിട്ട് എന്നെ ദ്രോഹിച്ചു. ആ മനുഷ്യമായിട്ട് ഞാൻ ഒരിക്കലും ഒരു ബന്ധവും പുലർത്തിയിട്ടില്ല. എഴുത്തൂത്തോ ടെലിഫോണോ ഇല്ല. ആ മനുഷ്യൻ എൻ്റെ വീട്ടിൽ ഞാൻ പോകാറില്ല. എങ്കിലും ആ മനുഷ്യൻ്റെ വീട്ടിൽ പോയി ആ മനുഷ്യൻ്റെ വാക്ക് കേട്ടിട്ട് എന്നെ ദ്രോഹിച്ചു. കൂടുതൽ ഞാൻ പറയുന്നില്ല. എൻ്റെ സഹോദരി കണ്ടില്ലെങ്കിലും എൻ്റെ വേണ്ടപ്പെട്ട ഈ വീഡിയോ കാണുന്നുണ്ട്, കണ്ടിട്ട് പറയും, എൻ്റെ സഹോദരി, നീ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വരുന്നത് എന്താണെന്ന് തിരിച്ചറിയുക. നീ എന്തുകൊണ്ട് നീ ഒരു തെറ്റ് ചെയ്യാത്ത എന്നെ ക്രൂശിച്ചു? നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മാതാപിതാക്കന്മാർ അടുക്കളയിൽ കിടന്ന് കണ്ടിട്ട് ഒരു കൂസരമില്ലാതെ ഒന്നും പറയാതെ തിരിച്ചു പോയി. നീ അതിനു മുമ്പ് എന്നോട് പറഞ്ഞെന്തുവാ? ഞാൻ അങ്ങ് ചെന്നിട്ട് അച്ചാച്ചനെ അമ്മച്ചെ അങ്ങ് കൊണ്ടുപോകാമെന്ന്. എടി ദരിദ്രവാസി, ഇന്ന് നീ അനുഭവിക്കുന്നുണ്ട്. ഞാൻ അതിനെ സന്തോഷിക്കുകയല്ല, പക്ഷെങ്കിൽ യു റിയലൈസ് ഇറ്റ്, വാട്ട് ഈസ് ഹാപ്പനിങ് ടു യു, ഹൗ വൈ ഇറ്റ് ഈസ്. ഞാൻ നിനക്ക് ദ്രോഹം ചെയ്യില്ല. നിന്റെ ഭർത്താവ് ഹാർട്ട് പേഷ്യൻ്റായി കിടന്നപ്പോൾ 3 മാസം നിന്റെ ഭർത്താവിന് വർഷോപയോഗം നടത്തി. ലൈസൻസ് ഇല്ലാതെ 4 സിലിണ്ടറുള്ള പിക്കപ്പിന് 3 സിലിണ്ടറെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതുവഴി ഓടിച്ചുകൊണ്ട് കൂലികളെ AC എടുത്തുകൊണ്ട് ഞാൻ ദോഹ മുഴുവൻ കറങ്ങി കളിച്ച് AC സർവീസ് കൊടുത്ത് എടുത്തുകൊണ്ട് വന്ന് എൻ്റെ ഡ്യൂട്ടി ടൈം കഴിയുമ്പോൾ എല്ലാം ചെയ്തുകൊണ്ട് കിട്ടും. എൻ്റെ വാസി, നീയൊക്കെ എന്നെ എന്താ വിചാരിച്ചത്? ഏഴേ നാറി, നീ ചിന്തിക്ക്. ഇത് നിന്റെ നല്ല കാലത്തിലല്ല. നീ ഓരോന്ന് വരുമ്പോഴും മനസ്സിലാക്കി എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത്.
ഞാൻ ഇന്ന് തുറന്ന് പറയാൻ കാരണം എൻ്റെ ചങ്ക് പൊടിയുകയാണ്. എൻ്റെ ചെറുപ്പകാലം മുഴുവൻ അത് കഴിഞ്ഞ് നീയൊക്കെ എന്നെ നശിപ്പിക്കുകയായിരുന്നു. നിനക്ക് അവിടെ വന്നു നീ എന്നെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് നീ എന്നെ കൊണ്ടുപോയത് എബ്രഹാം എന്നെ കൊണ്ടുപോയത്. ഞാൻ അവിടെ വന്നിട്ടും എന്നെ ചൂടത്ത് കിടത്തി. നിന്റെ മാപ്പിളയുടെ അനിയൻ വന്നപ്പം വേലക്കാരത്തോടുകൂടെ എയർ കണ്ടീഷൻ റൂമിൽ കിടത്തി. നിനക്ക് നാളെ ദരിദ്ര വാസി. നിന്റെ അനിയൻ പറഞ്ഞപ്പോൾ നീ പറഞ്ഞു ഇത് നേഴ്സറി അല്ല, അല്ലെങ്കിൽ ഇതല്ല, പിള്ളേരെ നോക്കുന്ന സ്ഥലമല്ലെന്ന്. ആ മൈരന് എന്തുകൊണ്ട് തോന്നിയില്ല അവൻ്റെ ചേട്ടൻ്റെ മക്കളെ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയും നോക്കി? അത് നോക്കാൻ കാരണം ഞാൻ കാരണമാണ്. ഞാൻ പറഞ്ഞ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ വീട്ടിൽ നിർത്തുന്നില്ല. അന്ന് ഞാൻ അനങ്ങിയില്ല. അവരെ എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ അവരെ പരിപാലിക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞപ്പോൾ നിനക്ക് എൻ്റെ കുഞ്ഞ് നിൻ്റെ വീട്ടിലൊരു അന്യ കുഞ്ഞായി മാറിയല്ലേ? അത് നിനക്ക് എന്നോട് പറയാൻ കഴിവ് എങ്ങനെ ഉണ്ടായാ? എങ്ങനെ നിനക്ക് ധൈര്യം വന്നു? ജന്തുവാസി ലോകം അറിയണം. നിന്നെയൊക്കെ ലോകം അറിയണം. ഇന്ത്യയൊക്കെ ദോഹായി ജീവിച്ച ജീവിതം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ മുഴുവൻ പറയുന്നില്ല. ജീവിതം ഒന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ നോവിച്ചാൽ ചവിട്ടിയ കടിക്കാത്ത പാമ്പില്ല. ഇതുവരെ ഞാൻ ആ ഒന്നിനെയും കടിച്ചിട്ടില്ല, നിന്നെയും ചോദിച്ചിട്ടില്ല. എബ്രഹാം മനുഷ്യ തനിയെ പോയി ചാകുകയായിരുന്നു. അവൻ എന്നെ യൂണിഫോം ഇട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഇനി ചരിത്രം പറയണോ? എബ്രഹാം മനുഷ്യൻ്റെയും അവൻ്റെ ബാക്കിയുള്ളവരുടെ ചരിത്രം പറയണോ? ഞാൻ പറയുന്നില്ല. എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നിന്നോട് അവൻ്റെ ഭാര്യ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ അച്ഛകുഞ്ഞിനെ ഡീപ്പോർട്ട് ചെയ്യാൻ പോവാ, ഇതിൽ കയറി ഇടപെടരുത്. നീ വന്നില്ലല്ലോ, വരേണ്ട ആവശ്യമില്ല. എനിക്ക് ദൈവമുണ്ടടി. ഞാൻ നേരെ പോകുന്നിടത്ത് എനിക്ക് ദൈവമുണ്ട്. പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് എല്ലാ എബ്രാമർസിൻ്റെ കുഞ്ഞാളുകളും വന്നു. അവൻ യൂണിഫോമിനും കയറി എന്നെക്കുറിച്ച് അങ്ങോട്ട് വാഗ്വാദം ചെയ്യാൻ തുടങ്ങി. നോക്കിയപ്പോൾ ഞാൻ ഫുട്ബോൾ കളിച്ചു വന്ന് ഷൂവും സോക്സും ഡ്രസ്സിലാണ്. ഇപ്പം ഞാൻ അനങ്ങാൻ നിൽക്കുന്ന കണ്ടുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വാ തുറന്നു. ഇൻസ്പെക്ടർ പറഞ്ഞു, ഈ സ്ത്രീകൾ എന്നെക്കുറിച്ച് അനാവശ്യം പറയുന്നു എൻ്റെ ഭാഷയിൽ. ഉടനെ ഇൻസ്പെക്ടറിനെ ഔട്ടാക്കി. എബ്രഹാം മനുഷ്യനോട് ചോദിച്ചു, എടാ പട്ടി, നീ ഇപ്പോൾ ഡ്യൂട്ടിയിലാണോ? അല്ല. പിന്നെ ചെയ്യുന്ന യൂണിഫോമിൽ വന്നത്? ഇറങ്ങടാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നീ ഇനിയും മേലിൽ വഴക്കിന് പോകരുത്, പൊക്കോളാൻ പറഞ്ഞു. എന്നെ ഔട്ടാക്കാൻ പോയതാ. എന്നെ എൻ്റെ നാട്ടിൽ നാട്ടിച്ച എൻ്റെ സഹോദരി, നീ നിൻ്റെ ജന്മത്തിൽ ഇനിയും നാറാണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനിയും നാർന്നീ. ഞാനിത് ലൈവ് പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ മനസ്സിൻ്റെ പ്രയാസം കൊണ്ടാണ്. ഇനിയും നീ നാറും. നിന്റെ ചരിത്രം ഞാൻ പറയുന്നില്ല, നിന്റെ ബാപ്പയുടെ ചരിത്രം ഞാൻ പറയുന്നില്ല, നിന്റെ മോൻ്റെ ചരിത്രം ഞാൻ പറയുന്നില്ല, നിന്റെ മരുമോൾ നിന്നോട് ബിഹേവ് ചെയ്ത കാര്യം ഞാൻ പറയുന്നില്ല. നീ മനസ്സിലാക്കൂ, ജീവിതം ഇത്രയേ ഉള്ളൂ. നീ മനസ്സിലാക്ക. ഞാനിത് ബിജോയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിജോയ് നിന്നെ കാണിക്കും. കണ്ടിട്ട് നിനക്ക് ചോദ്യം ഉണ്ടെങ്കിൽ എന്നോട് നീ മറുപടി പറ.